നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് PSC മുൻ വർഷം നടത്തിയ ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്നത് തമിഴ്നാടും കേരളവുമാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ഉപ്പുജല തടാകമായ സാമ്പാർ തടാകം സ്ഥിതി ചെയ്യുന്നത്. സാമ്പാർ തടാകം രാജസ്ഥാനിലാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഗംഗാ നദീ വ്യവസ്ഥയിൽ ഉൾപ്പെടാത്തത് ബൈതർണിയാണ്. പമ്പ നദിയുടെ പതനസ്ഥാനം വേമ്പനാട്ട് കായലാണ്. താഴെ തന്നിരിക്കുന്ന ഇന്ത്യയിലെ പ്രധാന ധാതുക്കളെ ലോകത്തിലെ അവയുടെ ഉൽപാദന സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയായ ക്രമം ഏതാണെന്ന് കണ്ടെത്തുക. ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. അഫ്രം, കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്. അങ്ങനെയാണ്. അഫ്രം, കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്. ചുവടെ ചേർക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിൻ്റെ മുകൾ പരപ്പാണ് ജലപീഠം. അത് ശരിയാണ്. ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. അത് ശരിയാണ്. ജലപീഠത്തിൻ്റെ മുകൾ പരപ്പാണ് കിണറ്റിലെ ജലനിരപ്പ്. അതും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. ഒന്നുകൂടെ നോക്കാം. ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിൻ്റെ മുകൾ പരപ്പാണ് ജലപീഠം. ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. ജലപീഠത്തിൻ്റെ മുകൾ പരപ്പാണ് കിണറ്റിലെ ജലനിരപ്പ്. എല്ലാം ശരിയാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയെക്കുറിച്ചുള്ള പ്രസ്താവനകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇതിൽ ശരിയായത് തിരിച്ചറിയുക. ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. ഛത്തീസ്ഗഡിലെ മൈക്കല മലനിരയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. സൈലന്റ് വാലി, ബന്ദിപ്പൂർ, മുതുമല എന്നീ ദേശീയോദ്യാനങ്ങൾ ഉൾപ്പെടുന്ന ജൈവമണ്ഡലം ഏതാണ്? ഓപ്ഷൻ ബി ആണ് നീലഗിരി. സൈലന്റ് വാലി, ബന്ദിപ്പൂർ, മുതുമല എന്നീ ദേശീയോദ്യാനങ്ങൾ ഉൾപ്പെടുന്ന ജൈവമണ്ഡലം നീലഗിരി. മഞ്ഞു തിന്നുന്നവൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രാദേശിക വാദം ഫോനാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ അവസാദ ശിലകളാണ്. ജുമ്മിങ് കൃഷിരീതി ചെയ്തു വരുന്ന മോൻപ, മിഷ്മി, നാഗ, ഗിരിവർഗ വിഭാഗം കണ്ടുവരുന്ന ഹിമാലയൻ ഭാഗം അരുണാചൽ ഹിമാലയമാണ്. ഇന്ത്യയിലെ ജോഷിമഠ് അടുത്ത കാലത്ത് വളരെ വാർത്താ പ്രാധാന്യം നേടിയ സ്ഥലമാണ്. ഏത് സംസ്ഥാനത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡാണ്. താഴെ തന്നിരിക്കുന്നവ ചേരുംപടി ചേർക്കുക. ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. സെയ്ദ് പഴം, റാബി ഗോതമ്പാണ്. ഒറൈസ സെറ്റൈവ നെല്ലാണ്. യൂണിവേഴ്സൽ ഫൈബർ പരുത്തി, സെയ്ദ് പഴം, റാബി ഗോതമ്പ്, ഒറൈസ സെറ്റൈവ നെല്ലാണ്. ഭൂമിയുടെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഭൂവൽക്കത്തിലെ ഭൂഖണ്ഡങ്ങളുടെ ഭാഗം സിയാൽ എന്നും സിയാലിന് താഴെ കടൽത്തറ ഭാഗം സിമ എന്നും അറിയപ്പെടുന്നു. ശരിയാണ്. മാൻഡിലിൻ്റെ ദുർബലമായ മുകൾ ഭാഗത്തെ അസ്തനോസ്പിയർ എന്നും വിളിക്കുന്നു. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. 1ഉം 4ഉം. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? ട്രോപ്പോസ്ഫിയർ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ, അയണോസ്ഫിയർ റേഡിയോ തരംഗങ്ങൾ. അപ്പോൾ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ശരിയായ ജോഡി കണ്ടെത്തുക. ഇതിൽ ശരിയായിട്ടുള്ളത് മടക്കുപർവ്വതം, ഹിമാലയ, ബാരൻ ദ്വീപുകൾ, അഗ്നിപർവ്വതം. 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിച്ചിരിക്കുന്നത് പെരിയാർ നദിയാണ്. ശരിയാണ്. ചാലക്കുടി പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ശരിയാണ്. പമ്പ നദി അഷ്ടമുടി കായലിൽ ചേരുന്നു. തെറ്റാണ്. വേമ്പനാട്ട് കായലിലാണ് ചേരുന്നത്. കബനി നദി കാവേരി നദിയിൽ ചേരുന്നു. ശരിയാണ്. അപ്പോൾ 1ഉം 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ശരിയായ ജോഡി കണ്ടെത്തുക. ഇതിൽ ശരിയായിട്ടുള്ളത് മേട്ടൂർ ഡാം കാവേരി, തെഹരി ഡാം ഭഗീരഥി നദി. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. പോങ് ഡാം ബിയാസിലാണ്. ജവഹർ സാഗർ ഡാം ചമ്പലിലാണ്. പോങ് ഡാം ബിയാസ്, ജവഹർ സാഗർ ഡാം ചമ്പലാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് 2ഉം 3ഉമാണ്. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ. ശരിയാണ്. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ. ശരിയാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ്. അടുത്തത് ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ. ശരിയാണ്. അപ്പോൾ 1ഉം 2ഉം 4ഉം ശരിയാണ്. പക്ഷികളുടെ സംരക്ഷണത്തിനായി നീക്കി വച്ചിരിക്കുന്ന പ്രദേശം
ഓപ്ഷൻ ബി ആണ് തട്ടേക്കാട്. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ജില്ലകൾ കോഴിക്കോടാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടാത്ത സംസ്ഥാനം രാജസ്ഥാനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം സ്ഥിതി ചെയ്യുന്നത് ആലുവ താലൂക്കിലെ തുരുത്ത്. പറയുന്ന 4 പ്രസ്താവനകളിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക. 2ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യയിലെ ആകെ റോഡ് ദൈർഘ്യത്തിൻ്റെ 80% ഗ്രാമീണ റോഡുകളാണ്. ചതുഷ്കോണ സൂപ്പർ ഹൈവേകളുടെ നിർമ്മാണ ചുമതല നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ്. വൈവിധ്യമാർന്ന സവിശേഷതകളാൽ സമ്പന്നമാണ് ഉപദ്വീപീയ പീഠഭൂമി. ചുവട് ചേർക്കുന്ന പ്രസ്താവനകളിൽ നിന്നും യോജിച്ചവ തിരഞ്ഞെടുക്കുക. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ ഉൾപ്പെടുന്ന പ്രദേശം ശരിയാണ്. മഹാനദി, ഗോദാവരി എന്നീ നദികളുടെ ഉത്ഭവ പ്രദേശം ശരിയാണ്. ധാതുക്കളുടെ കലവറ എന്നും വിളിക്കപ്പെടുന്നു. അപ്പോൾ 1, 2, 3 ശരിയായിട്ടുള്ളത്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന് അറിയപ്പെടുന്നത് ഉത്തര മഹാസമുദ്രമാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. എല്ലാം ശരിയാണ്. ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല്. ഒരു ഖാരിഫ് വിളയാണ്. ഉയർന്ന താപനിലയും ധാരാളം മഴ ലഭിക്കുന്ന ഭാഗങ്ങളിലും കൃഷി ചെയ്യുന്നു. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം.